ഇപ്പൊ ചേട്ടന് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഇനി ഇപ്പൊ ആരുടെ കൂടെ അഭിനയിക്കാനാണെന്നാണ് ഒരു ആഗ്രഹമുള്ളത്? അങ്ങനെയൊന്നുമില്ല, നമുക്ക് നല്ല ക്രൂസിൻ്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. പുതിയ പടങ്ങൾ ആൾക്കാരുടെ കൂടെ പണ്ടൊരു ആരാധനയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല ആരോടെങ്കിലൊക്കെ. അതെ അതെ അതെ, ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാ മലയാളികൾക്കുള്ള പോലെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് അഭിനയിക്കണമെന്നും ഇതൊക്കെ ഇങ്ങനെ ഇത്ര അടുത്തിരുന്നൊക്കെ സംസാരിക്കണം എന്നൊക്കെ. അത് നടക്കട്ടെ. ഞാൻ പറഞ്ഞ അഭിനയിച്ചിട്ടില്ല, കൂടെ അഭിനയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാ ആൾക്കാർക്ക് പോലെ തന്നെ വലിയ വലിയ നടന്മാരോടൊക്കെ അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ, സിനിമയിലുള്ളവർക്കും ഇല്ലാത്തവർക്കും. നമുക്ക് അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞോണം. അങ്ങനെ സ്വപ്നം കണ്ടാലേ നടക്കുള്ളൂ എന്ന് വെച്ചിട്ട് ഈയിടെയായിട്ട് അങ്ങനെ സ്വമേധയാ സ്വപ്നം കാണുന്നുണ്ട് ഈ തമിഴിലെ മെയിൻ കളികളിലൂടെ ഒക്കെ അഭിനയിക്കുന്നതും. മലയാള സിനിമയിൽ മാത്രമല്ലാതെ അതെ അതെ, 2 തമിഴ് പടങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് എന്തോ റിലീസായിട്ടില്ല. ആയിട്ടില്ല. ചെറിയ പടങ്ങളാണ്. കൂടുതൽ വേഷങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സിനിമയാണോ ഈ പറഞ്ഞ അങ്കമാലി ഡയറീസ് ഒക്കെ പോലെ തന്നെയുള്ള ഒരു പുതിയ കിളികളെ വെച്ചിട്ട് അവിടെ ചെയ്തതാണ്. പക്ഷെ അത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് നടപടി ഇല്ലാത്തതുകൊണ്ടോ പടം നടന്നില്ല. ഈ പറഞ്ഞ ഈ അങ്കമാലി ഡയറീസ് എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അറിയണത്. അത് ഒന്നും പ്രതീക്ഷിച്ചില്ല. ചെറിയൊരു പടം, അത് നമ്മുടെ അങ്കമാലി ആ പരിസരത്തൊക്കെ ആൾക്കാർ അറിയപ്പെടുന്ന ഒരു പടമായിരിക്കും വിചാരിച്ചു. പക്ഷെ അത് അത്യാവശ്യം കൊണ്ട് കേരളത്തിലെ ഒരു ട്രേഡ് മാർക്കായി മാറി. ശരിക്കും പറഞ്ഞ അങ്ങനത്തെ ഒരു മൂഡായി. ഒരു നാച്ചുറൽ മൊത്തത്തിൽ എന്താ പറയാ, നാച്ചുറാലിറ്റി കൊണ്ടുള്ള ഒരു അയ്യരുകളിയാണ്. അതിനകത്ത് നമുക്ക് അത് നന്നായിട്ട് അറിയാലോ, നാച്ചുറാലിറ്റി. അപ്പൊ അത് ഇപ്പോൾ അങ്ങനെ ചെയ്തു പോയി. അപ്പൊ ഇനിയിപ്പോ എന്താണ് കൂടുതൽ സിനിമകൾ ഏതൊക്കെയാണ് വരാനുള്ളത്? ഇനിയിപ്പോ ഒരു 3-4 പടങ്ങൾ മൊത്തം കഴിഞ്ഞിരിക്കണം. അർജുൻ അശോകന്റെ പടം, ധ്യാൻ ശ്രീനിവാസിന്റെ പടം, വിനായകൻ ചേട്ടന്റെ പടം, പിന്നെ ജാഫ്രിക്കയുടെ പടം. ഞങ്ങൾ 3-5 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കോംബോ ആണ്. പുള്ളി പേഴ്സണലി ഭയങ്കര കൂട്ടാണ്. ഇപ്പോൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ അങ്കമാലിലൊക്കെ കയറിയിട്ടൊക്കെ പോകാറുള്ളൂ. പണ്ട് ഇവരൊക്കെ നമുക്ക് കാണുന്ന ആഗ്രഹമായിരുന്നില്ലേ, അപ്പൊ അവരൊക്കെ നമുക്ക് അടുത്ത കമ്പനിക്കാരായില്ലേ. അതൊക്കെ തന്നെ രസമാണ് ഈ പറഞ്ഞോണം. ഇനിയിപ്പോ നമ്മുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? അച്ഛനോട് പറഞ്ഞ പോലെ തന്നെ വലിയ പടങ്ങൾ കുറേ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പടമാണ്, കുഞ്ഞിപ്പടം. അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്, കോമഡി പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് ചിരിച്ചു മറിഞ്ഞില്ലേലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഈ പടത്തിനൊന്ന് എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. ഓണത്തിൻ്റെ തിരക്കിൻ്റെ കഴിഞ്ഞിട്ട് ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കുറേ പുതിയ പിള്ളേരുണ്ടല്ലോ, നമ്മളും പുതിയ ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. അല്ല, ഞാൻ പറയാണ്, ഓരോ പടത്തിലും നമ്മൾ പുതിയ ആൾക്കാരില്ലേ, പ്രേക്ഷകരില്ലെങ്കിൽ നമ്മളേ ഇല്ലല്ലോ. ഉറപ്പല്ലേ നമ്മൾ പ്രേക്ഷകരാണ്. ഈ പറഞ്ഞ സിനിമ ഉണ്ടെങ്കിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ കേട്ടോ. സിനിമ തന്നെയാണ് ആഗ്രഹം. ലോകത്തിലെ ഇത്ര നല്ല പണി വേറെ ശരിയാ, സിനിമയിൽ ആ ഒരു നമ്മളെ ഒരു ഇതായി കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് മാറാൻ തോന്നുന്നു. അതെ അതെ, എന്തായാലും ചെറിയ സൈഡ് പരിപാടികളൊക്കെ നോക്കണുണ്ട്, ഒക്കെ നടക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നല്ല നല്ല സിനിമകൾ ആവട്ടെ സിനിമകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആയിക്കോട്ടെ, ശരി.